വളരെ അഭിമാനത്തോടെ ഞങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇനി. ലഹരിക്കും അതിക്രമങ്ങൾക്കുമെതിരെ 24 നടത്തിയ ഒരു മാസം നീണ്ടുപോയ യാത്രയിൽ തയ്യാറാക്കിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി നാളെ അടിയന്തര ഉന്നതതല യോഗം വിളിച്ചിരിക്കുകയാണ്. നാളെ രാവിലെ 11 മണിക്ക് മുഖ്യമന്ത്രി, ചീഫ് സെക്രട്ടറി, സംസ്ഥാന പോലീസ് മേധാവി, എക്സൈസ് കമ്മീഷണർ എന്നിവർ പങ്കെടുക്കുന്ന യോഗമാണ് നടക്കുക. ഈ യോഗത്തിലാണ് 24 റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അനന്തര നടപടികൾ സ്വീകരിക്കുക. അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് തത്സമയം ചേരുകയാണ്. അലക്സ് റാം, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. നമുക്കൊരു അഭിമാന നിമിഷം കൂടിയാണ് ഇത്. നമ്മൾ നൽകിയ റിപ്പോർട്ട് 100 പേജുള്ള റിപ്പോർട്ട്, 2 ഭാഗങ്ങളുള്ള റിപ്പോർട്ട് മുഖ്യമന്ത്രി വളരെ ഗൗരവത്തിൽ എടുത്തിരിക്കുന്നു. അതിൻ്റെ പേരിൽ നടപടിയായിരിക്കുന്നു എന്ന് വേണം കരുതാൻ. വിവരങ്ങൾ. ഗുഡ് ഈവനിങ്. എസ്കേൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പ്രേക്ഷകർക്കും അടക്കം അറിയാവുന്നതുപോലെ അങ്ങയുടെ 40ാമത് മാധ്യമ ജീവിതത്തിൻ്റെ ആഘോഷങ്ങൾ ഒഴിവാക്കി അത് കേരളത്തിനെ കാർന്നു തിന്നുന്ന ഒരു മഹാവിപത്തിനെതിരെയുള്ള പോരാട്ടമായി മാറ്റുകയായിരുന്നു. അങ്ങനെ ഒരു ക്യാമ്പയിനാണ് നമ്മൾ ആരംഭിച്ചത്. അരുത് അക്രമം, അരുത് ലഹരി എന്ന മുദ്രാവാക്യം ഉയർത്തി നടത്തിയ ക്യാമ്പയിൻ 1 മാസത്തോളം നീണ്ടുനിന്നു. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നമ്മൾ യാത്ര ചെയ്തു. ഈ യാത്രയിലുടനീളം ലഭിച്ച വിവരങ്ങൾ, ലഹരി കേന്ദ്രങ്ങളെക്കുറിച്ച് ഒട്ടനവധി ആളുകൾ നമ്മളോട് വന്ന് വിവരങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ ആളുകൾ അവരുടെ അനുഭവങ്ങൾ പറയുന്നുണ്ട്. അവരുടെ വീടുകളിൽ തന്നെയുള്ള അനുഭവങ്ങൾ പറഞ്ഞ് ഞെട്ടിയത് കേരളമാകെ കണ്ടതാണ്. അത്തരത്തിൽ ക്രോഡീകരിച്ച വിവരങ്ങളുടെ റിപ്പോർട്ട് നമ്മൾ മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചിരുന്നു, സർക്കാരിന് സമർപ്പിച്ചിരുന്നു. 24ൻ്റെ പഠന ഗവേഷണ റിപ്പോർട്ടായാണ് സമർപ്പിച്ചത്. അത് നമ്മൾ കണ്ടെത്തിയ ലഹരി കേന്ദ്രങ്ങൾ, ലഹരി വിൽപ്പന രീതി, വിപണന രീതി, ഇതിനെക്കുറിച്ചൊക്കെ വിശദമായി പ്രതിപാദിക്കുന്ന റിപ്പോർട്ടാണ്, ഗവേഷണ പഠന റിപ്പോർട്ടാണ് 24 സമർപ്പിച്ചത്. മുഖ്യമന്ത്രി അതിൻ്റെ ആമുഖം തന്നെ വായിച്ചതിന് ശേഷം അങ്ങേയറ്റം ഗൗരവമുള്ള കാര്യമാണ് റിപ്പോർട്ടിലുള്ളതെന്നും തുടർന്ന് അത് കാര്യമായി തന്നെ പരിഗണിക്കുമെന്ന് മുഖ്യമന്ത്രി 24 ഉറപ്പ് നൽകിയിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ആ ഉന്നതതല യോഗം. ലഹരിക്കെതിരെയുള്ള സർക്കാർ പോലും പ്രഖ്യാപിച്ച കുരിശുയുദ്ധത്തിൻ്റെ ഭാഗമായി 24 കൂടി പങ്കാളികളാകുന്നു. 24 നൽകിയ റിപ്പോർട്ട് ചർച്ച ചെയ്യാനും അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെ നിർദ്ദേശങ്ങളും തീരുമാനങ്ങളും ഒക്കെ സ്വീകരിക്കണം എന്നുള്ളത് കൈക്കൊള്ളാനും നാളെ ഒരു ഉന്നതതല യോഗം മുഖ്യമന്ത്രി വിളിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രി, ഒപ്പം സംസ്ഥാന പോലീസ് മേധാവി, എക്സൈസ് കമ്മീഷണർ അടക്കം ഈ യോഗത്തിൽ പങ്കെടുക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലഹരി വിപണന കേന്ദ്രങ്ങൾ, നമ്മൾ കണ്ടെത്തിയ ലഹരി വിപണന കേന്ദ്രങ്ങൾ, ഒപ്പം വിപണന രീതി, ഏതൊക്കെ തരത്തിലാണ് ലഹരി കേരളത്തിലേക്ക് ഒഴുകുന്നത്, എത്തുന്നത്, കുട്ടികളിലേക്ക് എത്തുന്നത്, വിദ്യാർത്ഥികളിലേക്ക് എത്തുന്നത്, സ്കൂളുകളിലേക്ക് എങ്ങനെ ലഹരി എത്തുന്നു, അതിനെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്ന ഈ റിപ്പോർട്ട് പരിഗണിച്ചതിന് ശേഷം, അത് ചർച്ച ചെയ്തതിന് ശേഷം എന്തൊക്കെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിൽ സുപ്രധാനമായ നിർദ്ദേശങ്ങൾ മുഖ്യമന്ത്രി ഉന്നത ഉദ്യോഗസ്ഥർക്ക് നൽകും എന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. നാളെ രാവിലെ 11:30 മണിക്കാണ് ഈ യോഗം നിശ്ചയിച്ചിരിക്കുന്നത്. താങ്ക് യു അലക്സ് റാം മുഹമ്മദ്. എന്തായാലും സന്തോഷമുള്ള കാര്യമാണ്. നാളെ രാവിലെ ഉന്നതതല യോഗം ചേർന്ന് നടപടികൾ സ്വീകരിക്കട്ടെ. കേരളത്തിലെ സ്കൂളുകളും അതുപോലുള്ള സ്ഥലങ്ങളുമൊക്കെ തന്നെ ഈ MDMA പോലുള്ള മാരകമായ മയക്കുമരുന്നിൽ നിന്ന് മുക്തമാകട്ടെ. ലഹരി മുക്തമായൊരു കേരളവും അക്രമരഹിതമായൊരു കേരളവുമാണ് നമ്മുടെ സ്വപ്നം. ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ നാളത്തെ ഉന്നതതല യോഗം വഴികാട്ടിയാകട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്. മറ്റു വിവരങ്ങൾ നമുക്ക് നാളെ ഈ യോഗം കഴിഞ്ഞ് പ്രേക്ഷകരെ അറിയിക്കാം.